മലപ്പുറത്തെ ചെറിയ ഒരു പട്ടണത്തിൽ ആയിരുന്നു ഷാഫിയുടെ ജീവിതം. ജന്മനാ അല്ലെങ്കിലും ഒരു അപകടം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും മാറ്റി. 2 കാലുകളും നഷ്ടപ്പെട്ട അദ്ദേഹം ഇനി ഒരു വീൽചെയറിലാണ് ജീവിതം നീക്കുന്നത്. പാവപ്പെട്ട കുടുംബം, വീട്ടിൽ ഉമ്മ മാത്രം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഷാഫി ഒരു ചെറിയ കടയിൽ ജോലി ചെയ്യുന്നു. എന്നാലും ഷാഫിയുടെ മുഖത്ത് ഒരിക്കലും ദുഃഖം കാണാൻ പറ്റിയില്ല. സുഖമാണോ ചേട്ടാ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട് എന്ന് മാത്രമേ ഷാഫി മറുപടി പറയുകയുള്ളൂ. എല്ലാവരുടെയും സ്നേഹം പിൻപറ്റുന്ന ഷാഫി എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു മനസ്സായിരുന്നു ഷാഫിയുടേത്. ഷാഫിയുടെ ചെറിയ പീടിക സ്കൂളിന് സമീപത്തായിരുന്നു തുറന്നത്. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഷാഫിയുടെ മനസ്സിനകത്ത് വലിയൊരു സന്തോഷമായിരുന്നു. അതേ പട്ടണത്തിലെ വലിയ ബിസിനസ്സുകാരന്റെ മകളായിരുന്നു സുഹറ. സമ്പത്ത്, സൗകര്യം, ആഡംബരം ഒന്നും കുറവില്ല. സുഹറ ടീച്ചറിന്റെ ഭാഗമായിരുന്നു പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞ് അവൾ ഒരു സ്കൂളിലേക്ക് ട്രെയിനിങ്ങിന് വന്നതായിരുന്നു. ട്രെയിനിങ്ങിന് സ്കൂളിലേക്ക് ഒരു ദിവസം പോകുന്നതിന് വഴിയിൽ അവൾ ആദ്യമായി ഷാഫിയെ കണ്ടു. വീൽചെയറിൽ ഇരുന്നു ചെറിയ കുട്ടിയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഷാഫിയെ. ആ ഒരു ചിരി, ആ ഒരു മനസ്സ് അവളുടെ ഹൃദയം തൊട്ടു. അന്നു മുതൽ ഷാഫി അവളുടെ മനസ്സിൽ പതിഞ്ഞു. ഒരു ദിവസം സുഹറ കടയിലെത്തി. ചേട്ടാ, ഒരു പേന വേണം. ഷാഫി ചിരിച്ചു നൽകി. ഇവിടെ പുതിയത് വന്നിട്ടുണ്ട്, ഇതെടുത്താൽ നല്ലതാണ് ടീച്ചറെ. അത് ഒരു സാധാരണ സംഭാഷണം മാത്രമായിരുന്നു. പക്ഷേ സുഹറയ്ക്ക് അത് ഒരു തുടക്കമായിരുന്നു. അവൾ ദിവസവും കടയിൽ എത്താൻ തുടങ്ങി. ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാതെയായിരുന്നു സുഹറയുടെ വരവ്. കുറെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. സുഹറയുടെ മനസ്സിൽ ഷാഫിയായിരുന്നു. സുഹറയ്ക്ക് സ്കൂളിൽ വരുമ്പോൾ ഏത് നിമിഷവും ഷാഫിയുടെ ആ ഒരു ഷോപ്പും അവന്റെ ആ ഒരു പ്രവൃത്തിയും മാത്രമായിരുന്നു മനസ്സിൽ. അങ്ങനെ ദിവസവും സുഹറ ഓരോ കാരണമില്ലാതെ ഷാഫിയുടെ ഷോപ്പിലേക്ക് വരും. ഒരു ദിവസം സുഹറ വിചാരിച്ചു, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ നടക്കില്ല, ഷാഫിയോട് ഇത് പറയണം. അങ്ങനെ ആ ദിവസം സുഹറ സ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകുന്നതിന് വഴി അവൾ കടയിലേക്ക് കയറി. അന്ന് ഒരു ദിവസം വൈകുന്നേരമായിരുന്നു. കട അടയ്ക്കാൻ പോകുന്ന സമയത്താണ് സുഹറ ഷോപ്പിലെത്തിയത്. സുഹറ ഷാഫിയോട് പറഞ്ഞു, ഷാഫി, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഷാഫി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ? എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ആലോചിച്ചു കൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് തീരുമാനമെടുത്തത്. ഷാഫി അതെ കേട്ടതും, എന്താണ് സുഹറ നീ ചോദിക്കാൻ പോകുന്നത്? പറഞ്ഞോളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നീ തെറ്റിക്കരുത്. ഷാഫി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇത് കേട്ടതും ഷാഫി ഉടനെ ഞെട്ടി. സുഹറ, നീ എന്താണ് പറയുന്നത്? ഞാൻ ഒരു വികലാംഗൻ ആണ്. നിനക്ക് നല്ലൊരു ജീവിതം വേണം. എനിക്ക് വേണ്ടത് നീയാണ് ഷാഫി. നിനക്ക് എന്നോട് തോന്നുന്നത് ഒരു കരുണയാണ് മോളെ. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഇല്ല ഷാഫി, ഇത് സ്നേഹമാണ്. നിന്റെ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഷാഫി ഒന്നും മറുപടിയില്ലാതെ നിശബ്ദനായി തല താഴോട്ട് കുനിച്ചു നിന്നു. ഷാഫിക്ക് പറയാൻ മറുപടികളൊന്നുമില്ലായിരുന്നു. സുഹറക്ക് ഒരേ ഒരു വാശിയായിരുന്നു ഷാഫിയെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന്. സുഹറ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഷോപ്പിൽ വരികയും ഷാഫിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് സുഹറയും ഷാഫിയും തമ്മിലുള്ള ബന്ധം വീട്ടുകാർ അറിയുന്നത്. ആക്രോശം പൊട്ടിത്തെറിച്ചു. ഉപ്പയും ഉമ്മയും, നമ്മുടെ മകൾ ഒരു വികലാംഗനെ വിവാഹം കഴിക്കുമോ? അത് ഒരിക്കലും നടക്കില്ല. അവളെ വീട്ടിൽ പൂട്ടിയിടണം. പക്ഷേ സ്നേഹം പൂട്ടാൻ ആരാലും കഴിയില്ല എന്ന് സുഹറ മനസ്സിൽ ഉറപ്പിച്ചു. അന്ന് രാത്രി തന്നെ സുഹറയുടെ ഉപ്പയും ഉമ്മയും സുഹറയെ ഒരു വീട്ടിനകത്ത് ഫോണും ഒന്നും കൊടുക്കാതെ ആ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. നീ അവനെ മറന്നില്ലെങ്കിൽ നിനക്ക് ഭക്ഷണവും വെള്ളവും തരില്ല. നീ ഈ റൂമിൽ കിടന്ന് ചാവും. നീ എന്താണ് വിചാരിച്ചത്? വല്ല വികലാംഗനെയും കല്യാണം കഴിച്ച് നമ്മുടെ കുടുംബത്തിലെ തറവാട്ടിലേക്ക് കൊണ്ടുവരാന്നോ? അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ അത് ബാധിക്കും. അവന് ദരിദ്ര കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്, അതും വികലാംഗൻ. നീ അവനെ മറന്നേക്ക്. നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നീ ഇനി ഒരു ടീച്ചർ കോഴ്സിനും പഠിക്കാനും പോവണ്ട, ട്രെയിനിങ്ങിനും പോവണ്ട, ഒന്നിനും പോവണ്ട. നീ ഈ റൂമിൽ ഇരുന്നാൽ മതി.
ഉമ്മയുടെ ശകാരം കേട്ടതും സുഹറയ്ക്ക് ഒന്നും മറുപടി പറയാനില്ലായിരുന്നു. ഉമ്മ എന്ന് പറഞ്ഞതും അവൾക്ക് പിന്നീട് വാക്കുകൾ കിട്ടിയില്ല. അവൾ വിതുമ്പി ആ റൂമിലിരുന്നു. അവൾക്ക് കരയാനല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അവൾ അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തു. അള്ളാഹ്, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ, ഹലാലാണെങ്കിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തു. അപ്പോഴാണ് ആ വീട്ടിലേക്ക് കുറേ പേര് കടന്നു വന്നത്. സ്കൂളിലുള്ള ടീച്ചർമാരും മാഷുമാരും അതുപോലെ സുഹറയുടെ ഫ്രണ്ട്സുകളുമായിരുന്നു. അവരൊക്കെ സുഹറയെ കാണാഞ്ഞിട്ടും വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടും ആ വീട്ടിലോട്ടേക്ക് എത്തി. ഉമ്മ ഒരുപാട് കള്ളങ്ങൾ പറയാൻ മെനഞ്ഞെങ്കിലും നടന്നില്ല. സുഹറയെ ആ വീട്ടിനകത്ത് പൂട്ടിയിട്ട വിവരം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സുഹറയെ രക്ഷിക്കാനായി സുഹൃത്തുക്കൾ അത് പോലീസിനോട് പറഞ്ഞു. ഒരു കേസാക്കി മാറ്റി. സുഹറയെ ഈ റൂമിൽ ഇങ്ങനെ പൂട്ടിയിട്ടാൽ നടക്കില്ല, നമുക്കവൾ വേണം, അവൾ പാവമാണ്, അവളെ നമുക്ക് രക്ഷിക്കണം എന്നും പറഞ്ഞ് അവൾ പോലീസിന് കേസ് കൊടുത്തു. പോലീസിന്റെ കേസ് വീട്ടിൽ വലിയൊരു തർക്കമായി. പോലീസ് വന്നതും സുഹറയെ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറക്കുകയും അവൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. കേസ് കോടതിയിൽ വരെ എത്തി. കോടതിയിൽ അങ്ങനെ ലാസ്റ്റ് ദിവസം ഇതിനൊരു അവസാനം കണ്ടെത്താൻ പോവുകയാണ്. സുഹറയും ഷാഫിയും ഉമ്മയും ഉപ്പയും ഷാഫിയുടെ ഉമ്മയും ഉപ്പയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ കോടതിയിൽ അന്ന് അവസാന നിമിഷമാണ്. സുഹറയ്ക്ക് ആരുടെ കൂടെ പോകണം എന്ന് ആ നിമിഷം തീരുമാനിക്കാം. സുഹറയെ ജഡ്ജി ആ മരക്കൂട്ടിനുള്ളിലേക്ക് കയറ്റി. സുഹറ, നീ ഉറപ്പാണോ ഈ തീരുമാനം എന്ന് ജഡ്ജി ചോദിച്ചു. അവൾ നിശബ്ദമായി നിൽക്കുകയായിരുന്നു. കുറച്ചു സമയം അവൾ തല താഴ്ത്തി നിന്നു. ശേഷം പറഞ്ഞു, എനിക്ക് ഒരു കാര്യം നിങ്ങളോടെല്ലാവരോടും ചോദിക്കാനുണ്ട്. അതിന് മറുപടി നിങ്ങൾ തരുകയാണെങ്കിൽ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാം. എല്ലാവരും ഒന്ന് ഞെട്ടി. എന്താണ് ആ കാര്യം, നീ ചോദിക്ക്. എല്ലാവരും അവളെ ഒന്ന് നോക്കി. ഇന്ന് നിങ്ങൾ എനിക്ക് നല്ല ഒരു മനുഷ്യനെ കണ്ടെത്തി വിവാഹം കഴിച്ചാൽ നാളെ അവന് ഒരു അപകടം സംഭവിച്ച് കാലുകൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീണ്ടും എനിക്ക് മറ്റൊരാളെ ഭർത്താവിനെ കണ്ടെത്തുമോ? അവിടെ ഒരു നിശബ്ദത പടർന്നു. ആരും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു ആ ചോദ്യം. ജഡ്ജിയെയും മാതാപിതാക്കളെയും എല്ലാവരെയും മിണ്ടാതാക്കി ആ ചോദ്യം. എല്ലാവരും തലകുനിച്ച് ഒരേ സമയം നിന്നു. വക്കീലിന് പിന്നീട് ഒന്നും എതിർത്തൊന്നും സംസാരിക്കാൻ ഉണ്ടായില്ല. മറുപടിയില്ലാത്ത ചോദ്യം. ആരും മറുപടി പറയാത്തത് കൊണ്ട് ഞാൻ ഷാഫിയുടെ കൂടെ പോവുകയാണ്. അവൾ സ്വത്തും ആഡംബരവും എല്ലാം വിട്ട് ഇറങ്ങി. എനിക്ക് വേണ്ടത് ഷാഫിയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങി. ആദ്യകാലം വളരെ കഠിനമായിരുന്നു. പണം ഇല്ല, സൗകര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു അവർക്കിടയിലെ വിശ്വാസം. സുഹറ ചെറിയ ബിസിനസ് പതിയെ തുടങ്ങി. ഓൺലൈൻ വിൽപ്പന, ചെറിയ ഷോപ്പ്, പിന്നെ വലിയ ഷോറൂം. വർഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു ചെറിയ ബിസിനസിന്റെ ഉടമയായി മാറി. അത് വീണ്ടും ഉയരങ്ങളിലെത്തി. പിന്നീട് അവർ ആ ഒരു വലിയ ബിസിനസിന്റെ ഒരു വുമണായി മാറി. ഷാഫിയുടെ അഭിമാനമായിരുന്നു സുഹറ. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഷാഫി പറഞ്ഞു, സുഹറ, നീ ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തതാണോ? അവള് ഒന്ന് പുഞ്ചിരിച്ചു. ഇല്ല, നമുക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഷാഫിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് കാലുകളില്ല, പക്ഷെ നീയാണ് എൻ്റെ ശക്തി സുഹറ. അവരുടെ പ്രണയത്തിന് കണ്ണും മൂക്കും കാലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ശക്തമായിരുന്നു. അവർ പ്രണയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടയിൽ സുഹറ ഗർഭിണിയാണെന്ന് അറിയുകയും ചെയ്തു. ഇരുവർക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ഷാഫിയുടെ ഉമ്മ ഒരുപാട് സ്നേഹത്തോടെ സുഹറയെ വാരിപ്പുണർന്നു. ഗർഭിണിയാണെങ്കിലും സുഹറ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് കൊണ്ടുപോയി. ഷാഫിയെ അധികം കഷ്ടപ്പെടുത്തില്ലായിരുന്നു.
സുഹറ ഗർഭിണിയായതോടെ സുഹറയ്ക്ക് നാട്ടിലിറങ്ങാൻ പറ്റിയില്ല. എല്ലാവരും അവളെ നോക്കി കളിയാക്കും. ഇതാ വികലാംഗന്റെ ഭാര്യയാണ്, അവന്റെ കുഞ്ഞായിരിക്കും വയറ്റിലുള്ളത്, കുഞ്ഞും ഒരു വികലാംഗയായിരിക്കും എന്നിങ്ങനെ കുത്തുവാക്കുകൾ വരും. അവളുടെ വീട്ടുകാരും അതുപോലെ കുത്തുവാക്കുകൾ പറഞ്ഞ് ഇടയ്ക്കിടെ വിളിക്കും. എങ്കിലും സുഹറ പതറിയില്ല. അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അള്ളാഹ്, ഞങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ നീ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ ജന്മം നൽകാൻ സഹായിക്കണേ അള്ളാഹ്. എല്ലാവർക്കും പറയാനുള്ളത് എന്നെ കുറ്റമാണ്. എൻ്റെ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണേ, അവനക്ക് കൈക്കും കാലിനും ഒരു കുഴപ്പവും ഉണ്ടാവരുതേ അള്ളാഹ് എന്നവൾ ഇങ്ങനെ ദുആ ചെയ്യും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സുഹറ ഷാഫിയോട് പറഞ്ഞു, ഷാഫിക, എനിക്കൊരു കാര്യം ആഗ്രഹമുണ്ട്. നിങ്ങളതിന് എനിക്ക് ചെറിയൊരു സപ്പോർട്ട് തരണം. എന്താണ് സുഹറ? നീ എന്ത് പറഞ്ഞാലും എൻ്റെ സപ്പോർട്ട് നിനക്കുണ്ടാവുമല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ ഒരു സ്ത്രീകൾക്ക് തൊഴിലവകാശമുള്ള ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങാനാണ്. അത് ശരിയാവുമോ? നമുക്ക് ജോലിയും കൂലിയും ഇല്ലാത്ത മറ്റു സ്ത്രീകൾക്ക് സഹായം കൊടുത്തുകൂടെ? അതിന് ക്വാളിഫിക്കേഷൻ വേണ്ട, അവർക്ക് നല്ല സ്വഭാവവും വിശ്വാസവും മാത്രം മതി, വഞ്ചിക്കാത്ത മനസ്സും. അവരെ നമുക്ക് ജോലിക്കെടുക്കാം. എന്നാൽ ഒരുപാട് സ്ത്രീകൾക്ക് നമ്മൾ ഒരു കൈത്താങ്ങായിട്ട് മാറുമല്ലോ. ഇത് എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. ഷാഫി അപ്പൊ തന്നെ പറഞ്ഞു, നിന്റെ മനസ്സ് എനിക്ക് കാണാൻ കഴിയുന്നു. നീ വലിയൊരു മനുഷ്യനാണ്. നിന്നെ പോലെയുള്ള ഒരു ഭാര്യയെ എനിക്ക് പടച്ച റബ്ബ് തന്നതിൽ ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് തുടങ്ങാം സുഹറ. നീ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്ക്, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അങ്ങനെ അവൾ ഗ്രാമത്തിൽ ഒരു കെട്ടിടം പണിതു. അത് വുമൺസിന് ബിസിനസ് ആവശ്യങ്ങളും അവിടെ ഒരുക്കി കൊടുത്തു. അവിടെ ഓരോ സ്ത്രീകൾക്കും വരുമാനവും അവർക്ക് അനുയോജ്യമായ താല്പര്യമുള്ള ജോലിയും കൊടുത്തു. അന്ന് ആ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിനാണ് സുഹറ വന്നത്. അവിടെ ഉള്ള എല്ലാ സ്ത്രീകളോടും സുഹറ ഒരു കാര്യം മാത്രം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിശ്വാസം വേണം, വഞ്ചിക്കരുത് ആരെയും. സ്നേഹത്തിന് സുഹറ ആ വേദിയിൽ എല്ലാവരോടും പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സ്ത്രീകളാണ്, നമ്മുടെ അവകാശം നമ്മുടെ കയ്യിലാണ്. ഓരോ സ്ത്രീയും ഓരോ സ്ത്രീയുടെ കാര്യങ്ങളും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. സ്നേഹിക്കണം, വഞ്ചിക്കരുത്. വിശ്വാസം വേണം. സ്നേഹം അത് പണത്തോടോ നിങ്ങൾ കാണുന്ന ഭംഗിയോടോ ആവരുത്. മനസ്സു നോക്കി പ്രണയിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വിജയം കാണുക. മറ്റുള്ളവർ പറയുന്നത് പറയട്ടെ, നമ്മുടെ ജീവിതം നമ്മളാണ് ജീവിക്കുന്നത്. സത്യസന്ധമായി ജീവിക്കുക. ഇത് മാത്രമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ആ ഇനോഗ്രേഷനും കഴിഞ്ഞ് ഒരുപാട് സ്ത്രീകൾക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു. കാലങ്ങൾ കടന്നു പോയി. അന്ന് ആ മഴയുള്ള രാത്രിയിൽ സുഹറക്ക് പ്രസവവേദന വന്നു. എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയി. സുഹറ 6 മണിക്കൂറിന് ശേഷം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. നല്ല ആരോഗ്യവാനായ നല്ല സുന്ദരനായ ഒരു ആൺകുഞ്ഞായിരുന്നു അവൻ. എല്ലാവരും പറഞ്ഞതുപോലെ വികലാംഗനെ അല്ല സുഹറ പ്രസവിച്ചത്. അള്ളാഹു അവൾക്ക് നല്ല ഒരു ആരോഗ്യവാനായ കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിനെ കണ്ടതും എല്ലാവരും ഞെട്ടി. ആ കുഞ്ഞ് ആയിരിക്കണം ഇനി അടുത്ത സ്നേഹനിധിയായ മനുഷ്യൻ. അങ്ങനെ സുഹറയും ഷാഫിയും കുഞ്ഞും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. കാലങ്ങൾ കടന്നുപോയി. സുഹറയുടെയും ഷാഫിയുടെയും കുഞ്ഞു വളർന്നു വലുതായി തുടങ്ങി. സുഹറയും ഷാഫിയും സുഹറയുടെ മകനും കൂടി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഷാഫിയുടെ മടിയിൽ കുഞ്ഞിനെയും ഇരുത്തി സുഹറ അവരെ വീൽ ചെയറിലുന്തി ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു. സമൂഹം ഒരിക്കൽ നമ്മളെ പരിഹസിച്ച ആ ബന്ധമായിരുന്നു നമ്മുടേത്. ഇന്ന് എല്ലാവർക്കും നമ്മൾ മാതൃകയായി. സ്നേഹം ശരീരത്തെ കാണുന്നില്ല, അത് മനസ്സിനെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അള്ളാഹു നമ്മുടെ ജീവിതം ഹൈറാക്കട്ടെ. നമ്മളെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ അള്ളാഹു ഹൈർ കൊടുക്കട്ടെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള കഥകൾ ഇനി കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.